ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡയറി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഓസ്ലോ അക്കോർഡ്സ്, അഗ്നിപത് സ്കീം, NDRF, വേൾഡ് ഹെൽത്ത് അസംബ്ലി, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് തായ്വാൻ. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ലോ അക്കോർഡ്സിനെ കുറിച്ചാണ്. ഈ ഓസ്ലോ അക്കോർഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഓസ്ലോ അക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഹിന്ദുവിനകത്ത് ഒരു ബുക്ക് റിവ്യൂവിനകത്ത് ബേസിക്കലി ഓസ്ലോ അക്കോർഡ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഓസ്ലോ അക്കോർഡ്സ് എന്ന് പറയുന്നത് 1990-കളിൽ പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഇസ്രായേലിനും ഇടയിൽ സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സീരീസ് ഓഫ് എഗ്രിമെന്റ്സ് ആണ്. ഏറ്റവും പ്രധാനമായിട്ടും 2 എഗ്രിമെന്റ്സ് ആണ് ഈ ഓസ്ലോ അക്കോർഡ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് സൈൻ ചെയ്തിട്ടുള്ളത് ഇസ്രായേലിനും അതുപോലെ തന്നെ പാലസ്തീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് PLO, യാസർ അറാഫത്ത് നേതൃത്വം നൽകിയിരുന്ന പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ തമ്മിലാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ കാരണമായിട്ടുള്ളത് ഇതിനുള്ള നെഗോസിയേഷൻസ് ഒക്കെ പ്രധാനമായിട്ടും നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രധാനമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നോർവേ ആയിരുന്നു. അതുപോലെ തന്നെ US ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓസ്ലോ അക്കോർഡ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രായേലും പാലസ്തീനും നേരിട്ട് സൈൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ എഗ്രിമെന്റ് ആണ് ഈ ഓസ്ലോ അക്കോർഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും 2 എഗ്രിമെന്റ്സ് ആണ് വരുന്നത്. ഒന്ന് ഓസ്ലോ 1 ആണ്. അത് 1993-ലാണ് സൈൻ ചെയ്യുന്നത്. 93-ൽ വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ് ഈ ഓസ്ലോ 1 സൈൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഓസ്ലോ 1 ഒഫീഷ്യലി അറിയപ്പെടുന്നത് ഡിക്ലറേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ DOP എന്നുള്ള പേരിലാണ്. അപ്പോൾ ബേസിക്കലി ഈ മിഡിൽ ഈസ്റ്റിനകത്ത് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിന് ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിനുള്ള ഒരു പീസ് പ്രോസസ്സിന്റെ ഒരു ടൈം ടേബിൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓസ്ലോ 1ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഓസ്ലോ 2 ആണ്, അല്ലെങ്കിൽ അത് ഒഫീഷ്യലി അറിയപ്പെടുന്നത് ഇസ്രായേലി പാലസ്തീനിയൻ ഇന്ററിം എഗ്രിമെന്റ് ഓൺ ദി വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ എന്നാണ്. ഇത് 1995-ലാണ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഓസ്ലോ 1ന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഓസ്ലോ 2 സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് പാലസ്തീനിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള വെസ്റ്റ് ബാങ്ക് അതുപോലെ തന്നെ ഗാസ സ്ട്രിപ്പ്, ഈ 2 പ്രദേശങ്ങളിലും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പാലസ്തീനിയൻ സെൽഫ് റൂള് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ ഈ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിനകത്തുള്ള വളരെ കോർ ആയിട്ട് വരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് പാലസ്തീനിയൻ ടെറിട്ടറീസിന്റെ അതിർത്തി എവിടെയായിരിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ 1948-ൽ UN-ന്റെ ഒരു പാർട്ടീഷൻ പ്ലാൻ ഉണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ പാലസ്തീനെ ഇസ്രായേൽ പാലസ്തീനും എന്ന് പറഞ്ഞുകൊണ്ട് 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പാർട്ടീഷൻ പ്ലാനിന്റെ ഭാഗമായിട്ട് പാലസ്തീനിയൻ ടെറിട്ടറീസ് ആയിട്ട് UN അംഗീകരിച്ചിട്ടുള്ള പ്രദേശങ്ങൾ മെജോറിറ്റിയും പിന്നീട് നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ ഇസ്രായേൽ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 48-ൽ നടന്നിട്ടുള്ള ഈ യുദ്ധത്തിൽ ഏകദേശം ഈ ഹിസ്റ്റോറിക്കൽ പാലസ്തീനിന്റെ 70% കൂടുതൽ പ്രദേശങ്ങളും ഇസ്രായേലിന്റെ കൺട്രോളിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം, അത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഏരിയ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിനകത്ത് മെജോറിറ്റി ഏരിയാസും വെസ്റ്റ് ബാങ്കിനകത്തുള്ള വലിയൊരു വിഭാഗം പ്രദേശങ്ങളും ഇസ്രായേലി സെറ്റിലേഴ്സ് ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഈ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിർത്തിയുടെ തീരുമാനം, അതുപോലെ തന്നെ ജെറുസലേമിന്റെ, ഇപ്പൊ ഇസ്രായേലിന്റെയും പാലസ്തീന്റെയും കോമൺ ക്യാപിറ്റലായിട്ട് UN പാർട്ടീഷൻ പ്ലാനിനകത്ത് പറഞ്ഞിട്ടായിരുന്നു ജെറുസലേമാണ്. അപ്പോൾ ഈ ജെറുസലേമിന്റെ മുകളിലുള്ള അധികാരം, വാട്ടർ റിസോഴ്സസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ഈ പലസ്തീനിയൻ റെഫ്യൂജീസിന് തിരിച്ചു വരാനുള്ള അവകാശം, ഇത്തരത്തിലുള്ള ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിനകത്തുള്ള കോർ ഇഷ്യൂസ് ഉണ്ട്. ഈ കോർ ഇഷ്യൂസിന് ഈ ഓസ്ലോ അക്കോർഡ്സ് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നില്ല. അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഓസ്ലോ അക്കോർഡ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിന്റെയും പാലസ്തീന്റെയും ഭാഗത്തു നിന്നുള്ള എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഈ ഓസ്ലോ അക്കോർഡ്സിനെ വലിയ രീതിയിൽ ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു വില നൽകേണ്ടി വന്നിട്ടുള്ളത് ഈ എഗ്രിമെന്റിനകത്ത് ഇസ്രായേലിനെ റെപ്രസെന്റ് ചെയ്ത് അന്ന് സൈൻ ചെയ്യുന്നത് അന്നത്തെ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആണ്. ആ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററിനെ പിന്നീട് അസാസിനേറ്റ് ചെയ്യുന്നത് ഈ ഓസ്ലോ അക്കോർഡ്സിൽ സൈൻ ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണ്. ഒരു ജൂയിഷ് ടെററിസ്റ്റ് ഇസ്രായേലി പ്രൈം മിനിസ്റ്ററിനെ പിന്നീട് 96-97 ആ കാലഘട്ടത്തിൽ അസാസിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓസ്ലോ അക്കോർഡ് അന്ന് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഓസ്ലോ ഫസ്റ്റ് എന്ന് പറയുന്നത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വാഷിംഗ്ടണിലും, ഓസ്ലോ സെക്കൻഡ് സൈൻ ചെയ്തിട്ടുള്ളത് ഈജിപ്ഷ്യൻ സിറ്റി ആയിട്ടുള്ള തബയിലും വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എഗ്രിമെന്റിനകത്ത് സൈൻ ചെയ്തിട്ടുള്ളത് PLO-നെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് PLO-യുടെ ചെയർമാനായിരുന്ന യാസർ അറാഫത്തും, ഇസ്രായേലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇസ്രായേലിന്റെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇറ്റ്സാക് റാബിൻ എന്ന് പറയുന്ന ആളുമാണ്. ഈ ഇറ്റ്സാക് റാബിനാണ് പിന്നീട് ഇതിന്റെ പേരിൽ ഒരു ജൂയിഷ് തീവ്രവാദി ഇറ്റ്സാക് റാബിനെ കൊല്ലുന്നത് ഈ ഓസ്ലോ അക്കോർഡ് സൈൻ ചെയ്തതിന്റെ പേരിലാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്തുള്ള കോർ ഇഷ്യൂസ്, അതായത് ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിനകത്തുള്ള കോർ ഇഷ്യൂസ് ഈ ഓസ്ലോ അക്കോർഡ് അഡ്രസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഓസ്ലോ അക്കോർഡ്സിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ്, അല്ലെങ്കിൽ ഓസ്ലോ അക്കോർഡിന്റെ ഭാഗമായിട്ടാണ് ഈ പാലസ്തീനിയൻ ടെറിട്ടറീസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഗവേണിംഗ് ബോഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്കിനെ ഭരിക്കുന്നത് ഇപ്പോഴും ഈ പാലസ്തീനിയൻ അതോറിറ്റിയാണ്. ഗാസ സ്ട്രിപ്പ് ഇനീഷ്യലി പാലസ്തീനിയൻ അതോറിറ്റിയുടെ കൺട്രോളിലായിരുന്നെങ്കിലും
2006 ഗാസ സ്ട്രിപ്പിൽ നടന്നിട്ടുള്ള ഇലക്ഷനിൽ ഹമാസ് അവിടെ അധികാരത്തിൽ വന്നതോടുകൂടി പലസ്തീനിയൻ അതോറിറ്റി അവിടുന്ന് എക്സ്പെൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഓസ്ലോ അക്കോർഡിന്റെ ഒരു ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓസ്ലോ 2-നകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു 5 വർഷത്തേക്കായിരിക്കും ഈ ഒരു അറേഞ്ച്മെന്റ് എന്നാണ്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് അമേരിക്കയുടെ മീഡിയേഷനിൽ US-ലുള്ള ക്യാമ്പ് ഡേവിഡിൽ വെച്ചിട്ട് ഈ അമേരിക്കൻ മീഡിയേഷനിൽ ഇസ്രായേലും പലസ്തീനും തമ്മിൽ പിന്നെയും ഒരു സീരീസ് ഓഫ് നെഗോസിയേഷൻസ് നടക്കുന്നുണ്ട്. അതിനെയാണ് 2000-ലെ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് അല്ലെങ്കിൽ ക്യാമ്പ് ഡേവിഡ് 2 എന്ന് പറയുന്ന സമ്മിറ്റ്. പക്ഷേ ഈ ക്യാമ്പ് ഡേവിഡ് 2 സമ്മിറ്റ് പരാജയപ്പെടുകയും അതിന്റെ തൊട്ടു പിന്നാലെ ഈ ഒക്യുപ്പൈഡ് പലസ്തീനിയൻ ടെറിട്ടറീസിലുള്ള പലസ്തീനിയൻസ് ഇസ്രായേലിനെതിരായിട്ട് ഒരു അപ്രൈസിംഗ് നടത്തുന്നുണ്ട്. അതിനെയാണ് സെക്കൻഡ് ഇൻതിഫാദ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ഇൻതിഫാദ നടക്കുകയും കൂടി ചെയ്തതോടുകൂടി ഈ ഓസ്ലോ പ്രോസസ്സ് കൊളാപ്സ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോഴും നിലവിൽ ടെക്നിക്കലി സ്പീക്കിംഗ് ഈ പലസ്തീനിയൻ അതോറിറ്റി ഓസ്ലോ അക്കോർഡിന്റെ ഒരു സിഗ്നേറ്ററി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അഗ്നിപത് സ്കീമാണ്. അപ്പോൾ ഈ അഗ്നിപത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12-നകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇന്ത്യയിലുള്ള മിലിറ്ററി റിഫോംസിന്റെ ഭാഗമായിട്ട് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അതിന്റെ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് ഈ അഗ്നിപത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ള സർവീസുകളോട്, അതായത് ആർമി, നേവി, എയർഫോഴ്സിന്റെ ഒക്കെ ചീഫുമാരോട് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കീമിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ അഗ്നിപത് സ്കീം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയിലുള്ള ഇന്ത്യൻ മിലിറ്ററിയിലുള്ള ആർമിയിലല്ല, ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഈ ഇന്ത്യയുടെ മിലിറ്ററിയുടെ ഈ 3 ബ്രാഞ്ചസിലേക്കുള്ള നോൺ കമ്മീഷൻഡ് ഓഫീസർ റാങ്കിലുള്ള ആളുകൾ ഉണ്ടാവും. അതായത് സാധാരണ സോൾജേഴ്സ് ഉണ്ടാവും. അവരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2022 നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പുതിയ സ്കീമാണ് അഗ്നിപത് സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിലവിൽ ഇതിന് മുമ്പൊക്കെ ഇന്ത്യൻ ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും ഒക്കെ ഇത്തരത്തിൽ സോൾജേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് മെജോറിറ്റി കേസിലും പെർമനന്റ് കമ്മീഷൻ ആയിട്ടായിരുന്നു. അതായത് അവർക്ക് 60 വയസ്സ് വരെ സർവീസിൽ തുടരാം. അത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടും, മരിക്കുന്നത് ഒരു പെൻഷൻ കിട്ടും. പക്ഷെ അതിന് പകരം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യൻ മിലിറ്ററി നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു മീഡിയൻ ഏജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഒരു അറൌണ്ട് 30 ഇയേഴ്സ് ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ 30+ ഇയേഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ഒരു മിലിറ്ററിനെ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഇന്ത്യൻ മിലിറ്ററിയുടെ ഡിഫൻസ് ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസ് ബഡ്ജറ്റിൽ ഇപ്പൊ ഇന്ത്യൻ ആർമിയുടെ ഒക്കെ കേസിൽ ഇന്ത്യൻ മിലിറ്ററിക്ക് കിട്ടുന്ന ഡിഫൻസ് ബഡ്ജറ്റിന്റെ നിയർലി 60% കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന സാലറിക്കും പെൻഷനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പെൻഷൻ ബേർഡൻ കുറക്കുക, കുറച്ചും കൂടി ടെക്സാവി ആയിട്ടുള്ള ഒരു യങ് ജനറേഷൻ ഓഫ് മിലിറ്ററി പേഴ്സണൽസിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് ഒരു യങ് ബ്ലഡിന് ഇൻഫ്യൂസ് ചെയ്യുക എന്നുള്ളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 2022 അഗ്നിപത് സ്കീം ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ആർമി, നേവി, ഇന്ത്യൻ എയർഫോഴ്സ് ഈ 3 ഫോഴ്സസിലേക്കും ഒരു 4 വർഷത്തെ കോൺട്രാക്റ്റിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 വർഷത്തെ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 6 മാസം ട്രെയിനിങ് പീരീഡ് ആണ്. അപ്പൊ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന സോൾജേഴ്സ് അഗ്നിവീർസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളിൽ 25% ആൾക്കാരെ മാത്രമേ ഈ ഫോഴ്സസിൽ ഒരു 15 വർഷത്തേക്കും കൂടി റിട്ടൈൻ ചെയ്യും. ബാക്കിയുള്ള ആളുകളൊക്കെ, അതായത് ബാക്കി വരുന്ന 75% ആളുകൾ 4 വർഷത്തെ കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോൾ സേനയിൽ നിന്ന് റിട്ടയർ ആയി അല്ലെങ്കിൽ സേനയിൽ നിന്ന് വിഡ്രോ ചെയ്ത് അവർ റിലീവ് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള 25% ആൾക്കാരെ റിട്ടൈൻ ചെയ്യും, അവരെ 15 വർഷത്തേക്ക് റിട്ടൈൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയിലേക്കും ഒക്കെ സ്ത്രീകളെ അതായത് വുമൺ അഗ്നിവീർസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസും ഈ സ്കീമിനകത്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ പർപ്പസ് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ഒരു യൂത്ത് പ്രൊഫൈൽ എൻഷുർ ചെയ്യുക, അതുപോലെ തന്നെ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനെ ഒരു ടെക്സാവി മോഡേൺ ഫൈറ്റിംഗ് ഫോഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഡിഫൻസ് പെൻഷൻ ബില്ല് അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ചെലവാക്കുന്ന പണം കുറക്കാനും ഇത് സഹായിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി അഗ്നിപത് സ്കീമിന്റെ ഭാഗമായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന അഗ്നിവീർസിന്റെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സാലറി എന്ന് പറയുന്നത് 30,000 to 40,000 ആണ്. അതായത് ഇവരുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 30,000 ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് ഒരു 30% അവർക്ക് ഒരു മന്ത്ലി ഈ പറയുന്ന 30% അവരുടെ മന്ത്ലി സാലറിയുടെ 30% ഒരു സേവാനിധി എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂട്ടറി പാക്കേജ് ഉണ്ട് ഇവർക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. ആ സേവാനിധിയിലേക്ക് ഇതൊരു ഈ PF പോലെ അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് പോലൊരു സ്കീമാണ്. സേവാനിധിയിലേക്ക് 30% അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഈ പറയുന്ന 30,000 എന്നുള്ളത് ഗ്രാജുവലി കൂടി അവസാനം 4ാമത്തെ വർഷം ആകുമ്പോഴേക്കും 40,000 ആയിരിക്കും ഇവരുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത്. പക്ഷെ ഇവരുടെ ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത് ഈ സേവാനിധിയിലേക്കൊക്കെയുള്ള കട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രമായിരിക്കും. ഇനി അത് കൂടാതെ ഈ റിസ്ക് അലവൻസും അതുപോലെ തന്നെ ഹാർഡ്ഷിപ്പ് അലവൻസും ഒക്കെ അഡീഷണൽ ആയിട്ട് കിട്ടും. ഈ സേവാനിധി പാക്കേജ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊരു കോൺട്രിബ്യൂട്ടറി പാക്കേജ് ആണ്.
അഗ്നി ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ അഗ്നിവീർ സോൾജിയേഴ്സ് അവരുടെ മന്ത്ലി സാലറിയുടെ 30% ഈ സേവാനിധിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഗവൺമെന്റും സെയിം എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത്തരത്തിലുള്ള ഈ സേവാനിധി കോൺട്രിബ്യൂട്ടറി പാക്കേജ് ഈ 4 വർഷം കഴിഞ്ഞ് ഇവർ സർവീസിൽ നിന്ന് റിലീവ് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് ഒരു 11.7 lakh rupees ആയിട്ടുണ്ടാവും. അതും പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് അവർക്ക് ഒരു ലംസം എമൗണ്ട് ആയിട്ട് കയ്യിൽ കിട്ടും. അത് ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡും ആണ്. ഇനി ഇത് കൂടാതെ ഈ അഗ്നിപത് സ്കീമിന്റെ ഭാഗമായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അഗ്നിവീർസ് അവർ ഓൺ ഡ്യൂട്ടിയിലിരിക്കെ കൊല്ലപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ ഏകദേശം 1 കോടി രൂപയിൽ കൂടുതൽ അവർക്ക് കോമ്പൻസേറ്ററി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിന് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഈ സേവാനിധി പാക്കേജും അതുപോലെ തന്നെ അവരുടെ റിമൈനിങ് പീരീഡിലേക്കുള്ള സാലറിയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഈ മോർ ദാൻ 1 crore എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു അപ് ടു 44 lakh rupeesന്റെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ട്. അപ്പോൾ അവരുടെ ഡിസബിലിറ്റിക്ക് അനുസരിച്ച് ആ ഒരു ഇൻഷുറൻസ് അവർക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് NDRFനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ NDRFുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ചാർധാമിലേക്കുള്ള തീർത്ഥയാത്ര ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ ഓവർ ക്രൗഡഡ് ആവുന്നുള്ളൊരു പ്രശ്നം നേരിടുന്നതിന് വേണ്ടിയിട്ട് ഈ NDRFിനെയും ITBPനെയൊക്കെ അവിടെ ഡിപ്ലോയ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12-നകത്തിന്റെ ആ ഒരു കോൺടെക്സ്റ്റിലാണ് NDRFനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത് 2005 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അല്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2006 നിലവിൽ വന്നിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്. അപ്പൊ ഇത് അന്ന് ഒരു 8 ബറ്റാലിയൻസ് ആയിട്ടാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതിന്റെ സ്ട്രെങ്ത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ഇപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത് 16 ബറ്റാലിയൻസ് ഉൾപ്പെടുന്നതാണ്. ഇതിനകത്ത് ഓരോ ബറ്റാലിയനകത്തും 1149 ആളുകൾ വീതമാണുള്ളത്. പക്ഷേ ഇതിനകത്തേക്ക് NDRFിനകത്തേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ല, പകരം നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എന്നുള്ള ആളുകളെ, അതായത് ഈ BSF, CRPF, CISF പോലുള്ള സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എന്നുള്ള ആളുകളെ ഡെപ്യൂട്ടേഷനിലാണ് NDRFിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത്. NDRFിനെ ഹെഡ് ചെയ്യുന്നത് ഒരു ഡയറക്ടർ ജനറൽ ആണ്. ആ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് IPS റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ NDRFിന്റെ ബറ്റാലിയൻസ് ഇന്ത്യയിൽ ഉടനീളം ഒരു 16 ഡിഫറെന്റ് ലൊക്കേഷൻസിലായിട്ടാണ് ഇവരെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അതായത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ, കുറച്ചും കൂടി ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാലും കുറച്ചും കൂടി ഈസി ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ 16 ഡിഫറെന്റ് ലൊക്കേഷൻസിൽ ഈ ബറ്റാലിയൻസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവരുടെ പാരന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സും യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സും ആണ് ഇവരുടെ പാരന്റ് ഏജൻസി ആയിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വേൾഡ് ഹെൽത്ത് അസംബ്ലിയെ കുറിച്ചാണ്. അപ്പൊ ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിനകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺടെക്സ്റ്റിലാണ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ WHO മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഡെലിഗേറ്റ്സ് പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു അസംബ്ലിയാണ്, അല്ലെങ്കിൽ ഒരു സെഷനാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്. ആ എക്സിക്യൂട്ടീവ് ബോഡി ഓരോ വർഷവും തയ്യാറാക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് അജണ്ട ഉണ്ടാവും. അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലി നടക്കുക. ഇനി വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പോളിസീസ് ഡിറ്റർമിൻ ചെയ്യുക, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ അപ്പോയിന്റ് ചെയ്യുക, അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള പോളിസീസിനെ സൂപ്പർവൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രോഗ്രാം ബഡ്ജറ്റ് അത് റിവ്യൂ ചെയ്യുകയും അപ്രൂവ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ ജോലികളായിട്ട് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഇവർ വർഷാവർഷമാണ് ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ സമ്മേളനം നടക്കാറുള്ളത്. ആ സമ്മേളനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ടാണ് നടക്കാറുള്ളത്. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് തായ്വാനാണ്. അപ്പൊ തായ്വാന്റെ കേസ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പൊ തായ്വാനിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയൊരു പ്രസിഡന്റ് അവിടെ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇനാഗുറൽ സ്പീച്ചിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ, ചൈനയ്ക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളുടെ പേരിൽ ഒരു റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിൽ ചൈന ഇപ്പൊ തായ്വാന്റെ ചുറ്റുവട്ടത്തുണ്ട്. തായ്വാൻ ഒരു ഐലൻഡ് നേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ തായ്വാന്റെ സറൗണ്ടിങ് വാട്ടേഴ്സിൽ ഇപ്പൊ ഒരു മിലിറ്ററി ഡ്രില്ല് അല്ലെങ്കിൽ ഒരു മിലിറ്ററി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്ത നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ തായ്വാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ തായ്വാൻ എന്ന് പറയുന്നത് അവർ ഒഫീഷ്യലി അവരുടെ പേര് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ്, അല്ലെങ്കിൽ ROC എന്നാണ്.
സോ ഈ തായ്വാന്റെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം തൊട്ട് ചൈനയുടെ ഭാഗമായിരുന്ന ഒരു പ്രദേശമാണ് ഈ തായ്വാൻ എന്ന് പറയുന്ന ഐലൻഡ്. ഇത് ഏകദേശം 168 ഐലൻഡുകൾ ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ തായ്വാൻ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഇതെല്ലാം തന്നെ ചൈനയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ചൈനയിൽ സിവിൽ വാർ അവസാനിക്കുന്ന സമയത്ത് 1949 ചൈനയിൽ സിവിൽ വാർ അവസാനിക്കുന്ന സമയത്ത് ആ സിവിൽ വാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുമായിട്ട് പരാജയപ്പെട്ട കുമിന്താങ് എന്ന് പറയുന്ന അവിടുത്തെ നാഷണലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഈ കുമിന്താങ് പാർട്ടിക്കാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മിലിറ്ററിയും കൂടി രക്ഷപ്പെട്ടു പോകുന്നത് ഈ തായ്വാനിലേക്കാണ്. അങ്ങനെയാണ് തായ്വാൻ ചൈനയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് അവർ തായ്വാനാണ് യഥാർത്ഥ ചൈന എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ മെയിൻലാൻഡ് ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈന എന്നും, ഈ തായ്വാൻ സ്റ്റേറ്റിന് അപ്പുറത്ത് കിടക്കുന്ന ഈ തായ്വാൻ എന്ന് പറയുന്ന ഈ പണ്ട് ഫർമോസ എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന ഈ ഐലൻഡും അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന 168 ഐലൻഡുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശം അവർ സ്വയം റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്, ഞങ്ങളാണ് യഥാർത്ഥ ചൈന എന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 1970s തൊട്ട് ഇപ്പോൾ നിലവിൽ ലോകത്തിൽ ആ കൂടി ഒരു 10-20 രാജ്യങ്ങൾ മാത്രമേ, 26-27 രാജ്യങ്ങൾ മാത്രമേ തായ്വാനെ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. അപ്പോൾ UN-ലൊന്നും ഇവർക്ക് മെമ്പർഷിപ്പ് ഇല്ല. അപ്പൊ നിലവിൽ ഈ തായ്വാൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് ഗവേണിംഗ് ഐലൻഡ് എന്ന് പറയാം. ഓക്കെ, അതായത് സോവറൈനിറ്റി ഉള്ള ഒരു സെൽഫ് ഗവേണിംഗ് ഐലൻഡ് ആണ്. പക്ഷെ ഇവരൊരു രാജ്യമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിലുള്ള വാസ്റ്റ് മെജോറിറ്റി രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ തായ്വാൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ തായ്വാന്റെ മെയിൻലാൻഡ് അവരുടെ ഒരു മെയിൻ ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡ് പണ്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, ഇന്ന് നമ്മൾ തായ്വാൻ എന്ന് വിളിക്കുമെങ്കിലും പണ്ട് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഫർമോസ എന്നുള്ള പേരിലായിരുന്നു. അപ്പൊ ഈ ഫർമോസ എന്ന് പറയുന്ന ഈ ഐലൻഡ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഈ തായ്വാന്റെ സറൗണ്ടിങ് ആയിട്ട് എസ്പെഷ്യലി ചൈനക്കും തായ്വാനും ഇടയിലുള്ള ചെറിയൊരു വാട്ടർ ബോഡി ഉണ്ട്. ഇതാണ് തായ്വാൻ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഈ തായ്വാൻ സ്ട്രൈറ്റിൽ ചൈനീസ് മെയിൻലാൻഡിന്റെ ഒക്കെ അടുത്തായിട്ട് കിടക്കുന്ന 168 ചെറിയ ഐലൻഡുകളുണ്ട്. അതിനകത്ത് ഈ ചൈനീസ് മെയിൻലാൻഡിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രം ദൂരത്ത് മാത്രം ഈ കിൻമനി, മട്സു എന്നൊക്കെ പറയുന്ന ചെറിയ ചില ഐലൻഡുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൂടി ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ തായ്വാൻ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരു ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈസ്റ്റ് ചൈന സീക്കും, ഇതാണ് ഈസ്റ്റ് ചൈന സീ എന്ന് പറയുന്നത്. ഈസ്റ്റ് ചൈന സീക്കും സൗത്ത് ചൈന സീക്കും ഇടയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഒരു ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് ഓഷന്റെ നോർത്ത് വെസ്റ്റേൺ റീജിയനിലായിട്ടാണ്, നോർത്ത് വെസ്റ്റേൺ പസഫിക്കിലായിട്ടാണ് തായ്വാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ തായ്വാന്റെ മെയിൻ ഐലൻഡിനെയും ഈ മെയിൻ ആയിട്ടുള്ള തായ്വാൻ ഐലൻഡിനെയും ചൈനനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാട്ടർ ബോഡിയാണ് തായ്വാൻ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി തായ്വാന്റെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നോർത്ത് വെസ്റ്റേൺ റീജിയൻ കംപ്ലീറ്റ്ലി മെയിൻലാൻഡ് ചൈനയാണെങ്കിൽ അല്ലെങ്കിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. ഇവരുടെ നോർത്ത് ഈസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ജപ്പാനാണ്. അതുപോലെ തന്നെ ഇവരുടെ സദേൺ ഏരിയാസിലൊക്കെ കിടക്കുന്നത് ഫിലിപ്പീൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.